കോഴിക്കോട് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. പൊക്കുന്ന് നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത്. 2 വർഷം മുൻപ് നിസാറിന്റെ 14 ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. നിസാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങൾ ദീപ്. നിസാർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ പിതാവ് പോലീസിൽ ഈ പറയുന്ന അസ്വാഭാവിക മരണത്തിന് പരാതി നൽകിയതൊക്കെ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണ്, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തെങ്കിലും അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യണം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ പറയുന്ന ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഈക്വൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അവർ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കണം. അതല്ലാതെ ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ, ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു, ഈ പറയുന്ന അമ്മ എപ്പോഴും വീട്ടുജോലി മാത്രമായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, അച്ഛൻ മാത്രം പുറത്തേക്ക് ഇറങ്ങി ജോലിക്ക് പോവുക, അങ്ങനൊരു രീതിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ടൈം കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അമ്മയോടായിരിക്കും. അപ്പോൾ അമ്മയായിരിക്കും കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്, ഷെയറിങ് കൂടുതൽ അമ്മയോടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഈ പറയുന്ന കുഞ്ഞിനോട് കൂടുതൽ അഫെക്ഷൻ കുഞ്ഞിന് കൂടുതലുള്ളതും അമ്മയോട് തന്നെ ആയിരിക്കും. പക്ഷെ കാലങ്ങൾ മാറിയതിനനുസരിച്ച് നമുക്ക് കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് അമ്മയും ഈ പറഞ്ഞ ജോലിക്ക് പോകുന്ന വീടുകൾ ഒരുപാടുണ്ട്. അതായത് അമ്മയും അച്ഛനും ഒരുപോലെ തന്നെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരുടെ ടൈമും ഒരുപോലെ ആയിട്ട് മാറുകയാണ്. എന്നാൽ പോലും പലയിടത്തും സംഭവിക്കുന്നത് അമ്മ തന്നെ രാവിലെ എഴുന്നേൽക്കണം, അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അമ്മ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കുഞ്ഞിനെ പറ്റുമെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് ഓഫീസിലേക്ക് പിടച്ചടിച്ച് പോവുക, അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോവുക. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛന് ജോലിയുടെ ടെൻഷനാണ്, പ്രഷറാണ്. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. ആ സമയത്തും അമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു. ഇങ്ങനെ കുറേ പോകുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇനി ഒരു കൂട്ടം മറ്റൊരു ഫാമിലിയെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഭാര്യയ്ക്ക് അടുക്കളയിൽ എന്തൊക്കെ ജോലികളുണ്ടോ അതിൻ്റെ പകുതി അല്ലെങ്കിൽ കുറച്ചെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്നത് അത്രയും ചെയ്ത് കൊടുക്കുന്ന, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നോക്കുന്നത്, കുഞ്ഞിനോട് കൂടുതൽ സമയം അവധി കിട്ടുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ അവർക്ക് ടൈം കൊടുക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ കുഞ്ഞുങ്ങളോട് കൂടുതൽ അഫെക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം പേരൻസും ഇവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ചിന്തിക്കാൻ തോന്നിയെന്ന് പറയുന്നത്. കാരണം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മൂത്ത കുട്ടി ഇതിന് മുന്നേ 2 വർഷം മുന്നേ മരണപ്പെട്ടു പോയതാണ്. അത് 14 ദിവസം മാത്രമുള്ള സമയത്ത് തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ടും പലയിടത്തും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരാൾക്കും ശരിയാണ്, ഒരു അസ്വാഭാവികതയും തോന്നില്ല. മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും മരിച്ചതെന്ന് പറയാം. എന്നാൽ അതിന് ശേഷവും ഈ പറയുന്ന അടുത്ത ഈ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച് ഇപ്പം കുഞ്ഞ് മരണപ്പെടുന്നതിന് തൊട്ട് മുന്നും ഓട്ടോയിൽ എന്തോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുന്നായിട്ട് തെറിച്ച് കുട്ടി റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞ് മാത്രം റോഡിലേക്ക് തെറിച്ചു വീഴുക അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അത്രയും കെയറോടെ ആയിരിക്കും, അത്രയും ചേർത്ത് പിടിച്ചായിരിക്കും കുഞ്ഞിനെയൊക്കെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത്. ഓട്ടോയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും റോഡ് ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, എപ്പോഴും എന്ത് സംഭവിക്കുക എന്നുള്ള രീതിക്ക്. അപ്പം എന്നിട്ട് കുഞ്ഞ് തെറിച്ച് പോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും കുഞ്ഞിനെ നേരെ ചൊവ്വേ നോക്കിയില്ല, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് തന്നെ കുറച്ചധികം കാര്യങ്ങൾ കുറവ് വന്നു എന്ന് ഇപ്പം പിതാവ് പരാതി പറയുന്ന സമയത്ത് തോന്നിപ്പോകുന്നൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പം അസ്വാഭാവികത. കുഞ്ഞ് മരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി കുഞ്ഞ് മരിക്കുന്നു, 8 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ. അപ്പം ഈ പറയുന്ന മാതാവിന് അല്ലെങ്കിൽ മാതാവിൻ്റെ വീട്ടുകാർ, അതായത് ഭാര്യയുടെ വീട്ടുകാർ നേരെ ചൊവ്വേ നോക്കിയില്ല എന്നൊരു കംപ്ലൈൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അച്ഛൻ എവിടെയായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. കുഞ്ഞ് ഓട്ടോയിൽ നിന്ന് തെറിച്ച് വീണിട്ടും കുഞ്ഞിനെ നേരെ ചൊവ്വേ നോക്കിയില്ല, ആദ്യത്തെ കുഞ്ഞ് ഇങ്ങനെ മരിച്ചതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുക. അല്ലെങ്കിൽ ഈ പറയുന്ന തൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് കുട്ടി നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും കുട്ടി അതിനുവേണ്ടി വിട്ടുകൊടുത്തതിന് ശേഷം ഭാര്യ വീട്ടുകാരെ ഈ കുറ്റം പറയുന്നത് കാണുന്ന സമയത്ത് മാത്രമാണ് അത് മനസ്സിലാവുന്നത്. അതെന്താ, സ്വന്തം വീട്ടുകാർക്ക് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നോ, നോക്കാൻ ബാധ്യസ്ഥരല്ലായിരുന്നോ? ഇതിലിപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി ആരുമല്ല അതിനകത്താവുന്നതെന്ന് പറയുന്നത്, അച്ഛനും അമ്മയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 വർഷം മുൻപ് ഒരു കുഞ്ഞ് മരിച്ചതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉറപ്പായിട്ടും കാണും ആ സ്ത്രീയിൽ, ഏതൊരു സ്ത്രീയിലും കാണും. അല്ലെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് ഈ പറയുന്ന കല്ല് മനസ്സെന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ തന്നെ ചെയ്തതായിരിക്കണം. ഈ
ഈ സാഹചര്യത്തിൽ അങ്ങനൊന്നും പറയപ്പെടുന്നതുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഈ പറയുന്ന അടുത്തൊരു പ്രഗ്നൻസിയിലേക്ക് പോകുന്നു. ആദ്യത്തെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ ഉറപ്പായിട്ടും പിന്തുടരും. ഒരമ്മയ്ക്കും അത്രയും നാൾ വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ 14 ദിവസമെങ്കിൽ 14 ദിവസം ആ കുഞ്ഞിനെ മുലയൂട്ടി അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അമ്മയ്ക്കും ജീവിത അവസാനം വരെ ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അവരെ പുറകെ നടന്ന് വേട്ടയാടുന്നുണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവരെപ്പോഴൊക്കെ കരയുന്നുണ്ട്, എപ്പോഴൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ല. മേ ബി ഒരു ഭർത്താവ് പോലും അറിയുന്നില്ല, വീട്ടുകാർ പോലും അറിയാത്തൊരു കാര്യമായിരിക്കും. രാത്രി കാലങ്ങളിലായിരിക്കും അവരവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ ജനനം, ഇപ്പം ഈ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഈ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം അവരുടെ മെൻ്റൽ സ്റ്റേജ് എങ്ങനെയാണെന്ന് ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണെന്ന് ഒരാൾക്കും ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം അതിനെക്കുറിച്ച് ആരും എങ്ങും പറയുന്നത് പോലില്ല. അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും അവെയർ ആവുന്നില്ല, ആരും ചിന്തിക്കുന്നില്ലെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സ്ത്രീ ചുമ്മാതെ ഇത്തരത്തിൽ കുട്ടികളെ പെറ്റുകൂട്ടാനും വളർത്താനും കുഞ്ഞുങ്ങളെ വലുതാക്കിയെടുക്കാനും മാത്രമുള്ളൊരു ടൂളായിട്ട് മാത്രം കണക്കാക്കുന്ന ചില ആൾക്കാരെങ്കിലും നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലത്ത് എത്ര സ്ത്രീകളാണ് ഭർത്താവിനോട് സത്യസന്ധത പാലിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയാൻ നമുക്ക് കുഞ്ഞുങ്ങളെ നേരെ നോക്കുന്നത്, മറ്റൊരു അവിഹിതത്തിന് പോവാതിരിക്കും. നമ്മൾ കാണുന്ന വാർത്തകൾ മൊത്തം ഞെട്ടിക്കുന്നതാണ്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. മകൻ അമ്മയുടെ കാമുകനെ വകവരുത്തിയൊരു കേസ് ഷോക്കടുപ്പിച്ച്. ഈ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് 2025 ശേഷം ഇത് വല്ലാത്ത പുത്തരി പോലെ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇവിടുത്തെ സഹോദരി സഹോദരൻ തമ്മിലുള്ള അവിഹിതം, ഇതൊക്കെ കേട്ട് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് 2025 എന്ന് പറയുന്നത്, ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കൂടുതൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ ആൾക്കാർ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു നോർത്ത് ഇന്ത്യൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ 61 മറ്റോ വയസ്സുള്ള അച്ഛൻ സ്വന്തം മകളെ കല്യാണം കഴിച്ചു. മകള് ഭയങ്കരമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന ഒരു കൂസലും ഇല്ലാതെ പറയുവാണ്, എനിക്കിത് സമ്മതമാണ്, എനിക്കിത് താല്പര്യമാണ്, എൻ്റെ അച്ഛനെ നോക്കാൻ ഒരാൾ വേണം, അപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന മൂക്കത്ത് വിരലൊഴിക്കുന്ന സംഭവങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും ഈ പറയുന്ന പിന്തുടർച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ കോപ്പി ചെയ്യാന്ന് പറയുന്ന സംഭവം കൂടുതലുള്ളതാണ് മലയാളികൾക്ക് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇവിടേക്കും വന്നുകൂടാനില്ല. കാരണം ഞാനടക്കം പലരടക്കം ഈ പറഞ്ഞ സഹോദരി സഹോദരൻ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയല്ല, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമ്മുടെ സംസ്കാരത്തിന് കൾച്ചറിന് ചേർന്നതല്ല എന്ന തരത്തിൽ വീഡിയോ ഇടുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പഴയ വേദങ്ങളിലോ എന്തൊക്കെയോ പുരാണങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല, ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ്, ഇതിനെന്തിനാണ് കുറ്റം പറയുന്നത്. അടുത്തൊരു വീഡിയോയ്ക്കകത്ത് 14 വയസ്സുള്ള ഈ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അവിഹിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞ് പ്രസവിക്കുന്നത് 14 വയസ്സ് മാത്രമുള്ള അമ്മയാകുന്നു, 14 വയസ്സുള്ള അച്ഛനാകുന്നു. ആ ഒരു വാർത്ത ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട കമന്റ് എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം 14 വയസ്സുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് അതിൻ്റെ അസൂയാണ്, അവൾ 14 വയസ്സിലെ അമ്മയായതിൻ്റെ അസൂയല്ലേ നിനക്ക്, അതുകൊണ്ടല്ലേ നീ വീഡിയോ ചെയ്തത്? ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ത്രീ എന്ന അമ്മ ആവണ്ട, ഒരു സ്ത്രീക്ക് തന്നെ അത്യാവശ്യം പഠിപ്പും വിവരവും അല്ലെങ്കിൽ അത്രയും പോലും വേണ്ട, അല്ലാത്തവർക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ സാധാരണ ഈ അമ്മമ്മ പഠിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ അമ്മമാർ, അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. ഒരു പെൺകുട്ടി ഇത്ര വയസ്സാവുന്ന സമയത്ത് ഈ പറയുന്ന വയസ്സറിയിക്കാന്നൊരു സംഭവമുണ്ട്. അതിനുശേഷം അവൾ ഈ പറയുന്ന നമുക്കറിയാം ഋതുമതി എന്ന് പറയുന്നൊരു സംഭവത്തിന് ശേഷം അവൾ അമ്മയാവാനുള്ള പ്രാപ്തി ഉണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കൂടുതൽ വീട്ടുകാർ അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇടപഴകുന്നത് എങ്ങനെയാണ്, ആണിനോട് ഇടപഴകുന്നത് എത്തരത്തിലായിരിക്കണം, അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നാൽ എത്തരത്തിലായിരിക്കണം. കാരണം അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുപോലെ എനിക്കും അറിയുന്നൊരു കാര്യമാണ്, ഇത്ര വയസ്സിന് ശേഷം മേ ബി അമ്മയാകാനുള്ള ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു പെണ്ണിന്റെ വിവാഹപ്രായം എന്ന് പറയുന്നത്, അത് അങ്ങനെയാണെങ്കിൽ ശൈശവ വിവാഹമൊന്നും ഇവിടെ നിർത്തലാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇപ്പോഴും സാമൂഹ്യ ഈ നവോത്ഥാന നായകരൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അന്ന് ചെയ്തത് തെറ്റാണെന്ന് എന്ത് വിലയിരുത്താത്തത്? അപ്പോൾ അത് തെറ്റാണ്. കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു പ്രായമുണ്ട്, അവർ പക്വത ആർജിക്കേണ്ട ഒരു പ്രായമുണ്ട്, അവർ ജോലി മേടിച്ച് ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പം ഇത് സ്റ്റേബിൾ ആവുക, എന്നൊരു കുടുംബം സ്റ്റേബിൾ ആവണമെങ്കിൽ ആണും പെണ്ണിനും ഈക്വലായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെ നോക്കുന്നതിൽ മാത്രമല്ല ഈ പറയുന്ന പൈസയുടെ കാര്യത്തിലായാലും ഈക്വൽ ഷെയറിങ് വേണം, ഈക്വൽ റെസ്പോൺസിബിലിറ്റി വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് അവിടെ ആ കുട്ടിക്ക്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും മെച്ചേർഡ് ആവുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിലപ്പുറത്തേക്ക് അവർ റെസ്പോൺസിബിൾ ഏറ്റെടുക്കാനുള്ള ഒരു പക്വത ഒരു മനസ്സിൽ കൈവരുത്തുക എന്നൊരു സംഭവം അത് സ്ത്രീക്ക്, പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിനാണ് 18 വയസ്സാവുന്ന സമയത്തെ കുട്ടിക്ക് വിവാഹപ്രായം പെൺകുട്ടിക്ക് ആക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ പ്രായത്തിലെങ്കിലും അമ്മയാകുന്ന പറഞ്ഞ് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയണ്ടല്ലോ, വിവാഹ
വിവാഹപ്രായം 18 വയസ്സ് പെണ്ണിന്, ആണിന് വിവാഹപ്രായം 21 വയസ്സ്. ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്തിനാണ്? അതൊന്നും വേണ്ടല്ലോ, ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആവാന്ന് പറഞ്ഞൂടെ? അപ്പം 14 വയസ്സുള്ള കുട്ടിക്ക് അമ്മയാവാൻ കഴിവില്ല എന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. അതാവുന്നത് കൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇനിയായിരിക്കും അങ്ങോട്ട് അറിയുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ആ കുട്ടിയുടെ പഠിത്തം അവിടെ സ്റ്റോപ്പ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മെന്റലി തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. കാരണം ഇതൊന്നും നമുക്ക് കൈക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കമന്റ് ഇട്ട ആൾക്കാർക്ക് ചിലപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടുതൽ ഇഷ്ടം കൂടുതലായിരിക്കും. അവരുടെ വീട്ടിൽ നടക്കുന്ന ചിലപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പം ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊരു അസ്വാഭാവിക മരണമാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിച്ച് ആരാണോ തെറ്റ് ചെയ്തെന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യണം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ മാറി മറ്റൊരിടത്ത് നിന്നുകൊണ്ട് അമ്മ 8 മാസം ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലിട്ട് കുഞ്ഞിനെയും കൊണ്ടിട്ടിട്ട് അവർ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം അവരുടേത് മാത്രമാണ്, പെണ്ണിൻ്റെത് മാത്രമാണെന്ന് വരുത്തി വെക്കുന്ന സമയത്ത് അവിടെ അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ പറയുന്നത് പോലെ ആ സ്ത്രീയുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പക്ഷെ അവളുടെ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരുടെക്കാളും കൂടുതൽ കഴിയുന്നതെന്ന് പറയുന്നത് അവളുടെ പങ്കാളിയായിട്ടുള്ള ഭർത്താവിനായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഒരു കെയർ കൊടുക്കുക, അവരുടെ മനസ്സ് എത്തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാവുന്നൊരു സംഭവമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് സാഹചര്യം ഉണ്ടാക്കാതെ അതിന് മുന്നേ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തു വെക്കുക എന്നുള്ളതാണ്.